അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം. ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ഞാനും നീയും മോത്തേക്ക് നോക്കുമ്പോ എനിക്ക് ഓൾറെഡി അവിടെ ചിരി വരും. നൗഫലിക്കയുടെ വയസ്സ് എത്ര? 27. കണ്ട 27 പറയൂല. കണ്ട ഏകദേശം എത്ര ഉണ്ടാവും? 35. ഇവിടെ കണ്ടു കഴിഞ്ഞാല് വാപ്പി മോള് തോന്നുന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ജോഡിയാണ്. എന്താ തോന്നുന്നത് മകനെ പറ്റിയിട്ട്? നമുക്ക് നല്ലത് തന്നെയാണ്. എന്ത് നല്ലത് ഉള്ള പ്രാരാബ്ദം കംപ്ലീറ്റ് തലക്ക് വെച്ച ഉന്തിക്കോന്നാണ് പറഞ്ഞേക്ക. ഇങ്ങോട്ട് വലിച്ചോ. അതെ. സിനുവിന് എന്താ പറയാനുള്ളത്? പറഞ്ഞോ, കുറച്ച് പുകഴ്ത്തി പറഞ്ഞോ. നമുക്ക് ആൺകുട്ടി വേണം, പെൺകുട്ടി വേണം, അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടോ? അല്ലെങ്കിൽ എന്ത് കുട്ടിയാണെങ്കിലും സ്വഭാവം ഇവിടെ മാരാവായിരുന്ന രണ്ടാളെ സഹിക്കേണ്ടത്. ചക്കരയുടെ കല്യാണത്തിന്റെ ഇടയിൽ തന്നെയായിരുന്നു ഉപ്പാക്ക് വയ്യാണ്ടാവുന്ന ആ ഒരു പ്രശ്നങ്ങൾ വരുന്നത്. ഞാൻ ഭയങ്കര എനിക്ക് ഉറക്കമുണ്ടായിരുന്നില്ല. കല്യാണത്തിന്റെ ഒരാഴ്ച മുമ്പ് വരെ നമ്മൾ ഹോസ്പിറ്റലിലാണ്. ഒരു 2 ആഴ്ച മുമ്പ് വരെ ഭയങ്കര ടെൻഷനായിരുന്നു. ഒന്നാമത് ഇത്ര ആളുകളെ വിളിച്ച് കല്യാണം നടക്കുമോ, ആ ഒരു സത്യം പറഞ്ഞാൽ ആരും പറഞ്ഞത് മനസ്സിലാവില്ല. അമ്മമാര് അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഉമ്മ ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല. കാരണം ഉമ്മയുടെ മുടി നോക്കി കൊടുക്കണതും തല നോക്കി കൊടുക്കണതും ഒരു ഉമ്മയും അവളും അത്രയും കരഞ്ഞു. അത്രയും കണക്റ്റഡ്. അമ്മ റിക്കവർ ആവണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഒരു കംപ്ലൈന്റ് കിട്ടിയാന്ന് അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. വീഡിയോ എടുക്കാൻ മാത്രമായിട്ടാണ് ഓളെ നിർത്തുന്നതെന്നുള്ളതൊക്കെ പരാതി കേൾക്കുന്നുണ്ട്. വെറും ഫുൾ വീഡിയോക്ക് മാത്രം ഓളെ നിർത്തുകയാണ്. ഇതൊന്നും മിണ്ടായിരിക്കും സിനു. അതിൽ കമന്റ് വരികയാണ്. ഞങ്ങൾക്ക് ഇതൊക്കെ ആദ്യം അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊന്നും വേണ്ടാന്ന് വിചാരിച്ചത്. നിങ്ങൾ എൻ്റെ നാട്ടിൽ നിന്ന് ആൾക്കാർ വിളിച്ചു, നീ ശരിയല്ല അത്രേ. എനിക്ക് മനസ്സിലാവില്ല. ഇനി ഈ കരീന എന്തിനാളിയാ? ഇതൊരു പ്രാങ്കായിരുന്നു അളിയാ. ഇവിടെ ഇതൊരു പ്രാങ്ക് കളിച്ചത് കരയുന്നു. നമ്മളെ ആണുങ്ങളാണ്, കരയാൻ പാടില്ല, വില പോവും. അതാണ് പറഞ്ഞത്. ഓള് വരുമ്പോഴേക്കും കണ്ണൊക്കെ തുടച്ചാളാ. ഹായ്, ബിഹൈൻഡ് വേർഡ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പൂജ കൃഷ്ണ. സോ എൻ്റെ കൂടെ വന്നിട്ടുള്ള ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അവരുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അപ്ഡേറ്റഡ് ആണ്, നിങ്ങൾ അത്രയും കണക്റ്റഡ് ആണ് ഇവരെ ആയിട്ട്. അതെ, നൗഫൽ ഫാമിലി. ഹായ്, എങ്ങനെയുണ്ട്? സുഖാണോ? കുറേ വിശേഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഞാൻ കുറെ കമന്റ്സ് കണ്ടു. നൗഫലിക്കയുടെ വയസ്സ് എത്ര? 27 വയസ്സായി. കണ്ട 27 പറയൂല. കണ്ട ഏകദേശം എത്ര ഉണ്ടാവും? 35. ഭാര്യ തന്നെ ട്രോളാണെങ്കിൽ 27 വയസ്സായിട്ടുള്ളൂ. അപ്പോഴേക്ക് ഇത്രയും പ്രാരാബ്ദവും കാര്യങ്ങളും ഫാമിലി നോക്കലും അല്ലേ? ഓക്കെ, നമ്മൾ ആക്ച്വലി നൗഫലിനെ ആദ്യം കാണുന്ന സമയത്ത് മറ്റേ കൽപ്പണി ചെയ്തിട്ടുള്ള ടിക്ടോക്ക് ആണ് കൂടുതലും ചെയ്തിരുന്നത്, വൈറലായിരുന്നേ. അതിനുശേഷം ടിക്ടോക്ക് ബാൻ ചെയ്തു. അപ്പോൾ നമ്മൾ എന്താ പറയുക, വളരെ ബുദ്ധിമുട്ടി ലൈഫ് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇപ്പം കേരളം തന്നെ അറിയുന്ന ഒരു ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ഒരാളാണ്. അതിൽ നിന്ന് നമ്മൾ റവന്യൂ ഉണ്ടാക്കുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടിക്ടോക്ക് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫാഷൻ്റെ പുറത്ത് ഇങ്ങനെ ചെയ്തതാണ്. സത്യം ഇങ്ങനെ അഭിനയിക്കാനൊന്നും വല്ലാതെ അറിയില്ല. പക്ഷെ ആ കല്ലൊക്കെ എടുത്ത് ഇങ്ങനെ പൊക്കിയപ്പോൾ അത് വൈറലായി. അപ്പോൾ പിന്നെ അതിൽ നല്ല വ്യൂസ് കിട്ടിയപ്പോൾ നമ്മൾ നല്ല രീതിക്ക് ചെയ്തപ്പോഴൊന്നും ഒരു ലൈക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കല്ലെടുത്ത് എറിഞ്ഞപ്പോൾ അതിന് നല്ല വ്യൂസായി. അപ്പോൾ പിന്നെ അതന്നെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ എന്നും കല്ലെടുത്ത് എറിയലായി. യൂട്യൂബിലേക്കുള്ള ജേർണി എന്ന് വെച്ചാൽ യൂട്യൂബിൽ നിന്ന് ഒരിക്കലും അന്നൊന്നും എനിക്ക് പൈസ കിട്ടുന്നൊന്നും അറിയൂല. അപ്പൊ ഈ ടിക്ടോക്ക് പോയി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇത്ര പെട്ടെന്ന് അത്ര ദിവസം അതിൽ നിന്നിട്ട് പിന്നെ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിങ്ങാണ്ട് ഇന്ന് എല്ലാവരും അപ്പോൾ അന്നത്തെ ടൈമിൽ ഇങ്ങനെ പറഞ്ഞു, ഇനിയിപ്പോൾ ഞങ്ങളെ വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിലോട്ട് വന്നാൽ മതി. അതേമാതിരി എടുത്തിട്ട് അപ്പോഴും പൈസ കിട്ടുന്നോ അതിനൊരു വരുമാനം കിട്ടുന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ കുറച്ച് സബ്സ്ക്രൈബർ പെട്ടെന്ന് യൂട്യൂബിലോട്ട് പോവുകയും ചെയ്തു, ടിക്ടോക്ക് പോവുകയും ചെയ്തു. ടിക്ടോക്ക് പോയതാണ് ലൈഫ് മാറ്റിമറിച്ച്. ആക്ച്വലി അത് കുറെ പേർക്ക് ദുഃഖം ഉണ്ടാക്കിയെങ്കിലും ഇവിടെ ഗുണം ഉണ്ടാക്കി എന്നുള്ളതാണ്. ലൈഫ് മൊത്തം, കുടുംബം മൊത്തം രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അതെ. അപ്പോ ഇപ്പൊ ഉമ്മയുടെ അടുത്ത് ചോദിക്കാനല്ലേ, ഇപ്പൊ പറഞ്ഞു 27 വയസ്സായിട്ടുള്ളതെന്ന്. അപ്പൊ മകൻ ഇത്രയും അധികം റെസ്പോൺസിബിലിറ്റി, കാരണം ഇപ്പത്തെ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് പിള്ളേർ റെസ്പോൺസിബിൾ അല്ലാതെ പെരുമാറുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ നമ്മുടെ ചേട്ടൻ ഇത്രയും ഒരു റെസ്പോൺസിബിലിറ്റിയിൽ പെരുമാറുന്നു. ഇപ്പൊ വീട് വെക്കാൻ തുടങ്ങുന്നു. എന്താണ് ഉമ്മയ്ക്ക് പറയാനുള്ളത്? എനിക്ക് സന്തോഷമല്ലോ. അത് സന്തോഷത്തോടെ ചിരിച്ചോണ്ടിരിക്കാം.
അത് ഞാൻ ക്യാമറ പിടിച്ചാൽ മാത്രമേ വർത്താനം പറയുള്ളൂ. അത് പറ്റൂലട്ടാ, ഇവിടെ സംസാരിക്കണം. അത് ഞാൻ പണ്ടൊക്കെ നമ്മള് യൂട്യൂബിൽ വീഡിയോ എടുക്കുമ്പോ ഇതിൽ എന്താണ് പറയുന്നത്, യൂട്യൂബിൽ ആളുകൾ കാണുമോ പ്രേക്ഷകർ കാണുന്നൊന്നും ഉമ്മാക്ക് അറിയൂല. ഇവിടെ എന്താ ചിലപ്പോ നമ്മള് കുറെ ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്യല്ലോ, അതൊന്നും ഫുൾ ഇടാൻ കഴിയൂല. കാരണം വീട്ടിൽ പറയുന്ന അതേ ആളുകൾ കാണും, എന്താ പറയാന്നൊന്നും ഉമ്മാക്ക് അറിയൂല. ഇപ്പൊ എല്ലാം അറിഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഈ ഒരു ചമ്മലുള്ളത്. അത് പറ്റൂല. പറയും എങ്ങനെ, എന്താ തോന്നുന്നത് മകനെ പറ്റിയിട്ട്? അതന്നെ മകനെ പറ്റിയിട്ട് നമുക്ക് നല്ല തന്നെയാണ്. എന്ത് നല്ലത് എല്ലാം ചെയ്യുന്നുണ്ട്. തലക്ക് വെച്ച കുന്തിക്കോന്നു പറഞ്ഞിട്ട് ഇങ്ങോട്ട് വലിച്ചോ. അതെ, അതിപ്പോ എന്തായാലും വാപ്പില്ലെങ്കിലും ഇവര് ചെയ്യണ്ടേ. വാപ്പുണ്ട് വാപ്പുണ്ട്, അവിടെ കിടക്കുന്നുണ്ട്. ആണല്ലേ, ആള് recover വെയ്യാണ്ട് കിടക്കുന്നുണ്ട്. അതെ, നമ്മൾ അറിഞ്ഞിരുന്നു ആ കാര്യങ്ങളൊക്കെ. ഇപ്പോ നമ്മള് കമ്മിങ് ബാക്ക് ടു ഇവിടെ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ, സിനു വന്നതിന് ശേഷം എങ്ങനെയുണ്ട് ലൈഫിന്റെ ഒരു മാറ്റം, ചേഞ്ച് ഒക്കെ എങ്ങനെയുണ്ട്? അതൊക്കെ ഒരുപോലെ തന്നെ. അന്നൊന്നും അല്ല, സിനു വന്നതിന് ശേഷം സിനു വന്നിട്ടൊരു മാറ്റമൊന്നും അവനിക്കില്ല. അല്ല, ആദ്യം മുതലേ കുടുംബത്തിന്റെ അതായത് പ്രാരാബ്ദങ്ങളൊക്കെ വെച്ചിട്ട് ജീവിക്കുക എങ്ങനെയാന്നുള്ളത് ഞാൻ പഠിച്ചായിരുന്നു. മറ്റേത് ചിലപ്പോ പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ നാട്ടുവർത്താനം പറയല്ലോ, പെണ്ണ് കെട്ടിയതിനോ നേരാവൊന്നും അറിയില്ല. ഞാൻ മുമ്പേ നേരായിക്കണേ. അപ്പൊ ഓൾറെഡി വലിയ മാറ്റമൊന്നും വന്നില്ല. മാറ്റം വന്നു വെച്ചാൽ ഇവളിന്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് മെച്ചങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഉള്ളതാണ്. കാരണം വെച്ചടി ഓരോ കയറ്റങ്ങൾ ഉണ്ടായിരുന്നു. എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത് പറഞ്ഞു, പുകഴ്ത്തി പറഞ്ഞു. അവളിപ്പോ അതായത് നാളെ മറ്റന്നാ വീട്ടിൽ പോവാണ്. അതിന്റെ ഒരു ഇതിലാണ് ഇപ്പൊ അതിന്റെ ഇതിലാണ്. എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വന്നു ആസ് എ പാർട്ട്ണർ? എന്ത് പറയുന്നു? കട്ട പോവുകയാണെന്ന് പറഞ്ഞോ. പറ, എന്താ പറയാ, നീ ഇല്ലെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തിനു പറഞ്ഞോ, എന്തേലൊക്കെ പറയട്ടാ. ഇത്ര കാലം അനക്ക് 10 ഇപ്പൊ കഷ്ടി ഒരു വർഷം 3 മാസമായില്ലേ, ഒരു നല്ലതും ഇല്ല. ആൾക്ക് 4 കേൾക്കാനേലും പറഞ്ഞു. എങ്ങനെ പറയാ. അല്ല, നമ്മളിപ്പം ഒരു കൊച്ചിനെ വരവേൽക്കാൻ വേണ്ടി നമ്മള് വെയിറ്റിംഗ് ആണ്, എക്സൈറ്റഡ് അല്ല ആ ഒരു കാര്യത്തില്. സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയ മക്കളെടുക്കാൻ പേടിയാ. ഇവിടെ പറയണ ഞാൻ ഇന്ന അതിന്റെ ഉള്ളിൽ കയറ്റുന്ന ഒരിക്കലും അത് കേറണം അല്ലേ? അതൊക്കെ കേറണം. അത് ഹോസ്പിറ്റലിൽ മറ്റേ ട്രെയിനിങ് ഒക്കെ ഉണ്ടാവും. ഡോക്ടർ പറഞ്ഞ ബ്ലഡ് കണ്ട അപ്പൊ തലറങ്ങും. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എത്ര തല ഇറങ്ങണം അതൊന്നും പറഞ്ഞാൽ പറ്റൂല. എന്തായാലും ഹോസ്പിറ്റലിൽ കയറ്റണം കേട്ടാ, അത് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പൊ എന്താണ് മനസ്സിൽ തോന്നുന്നത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വരികയാണെങ്കിൽ? സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു വാപ്പയാവണമെന്നുള്ള ചിന്ത എപ്പോഴും എനിക്ക് വന്നിട്ടില്ല. ഞാൻ ഇടക്കിടക്ക് പറയും, അത് ശരിയാണ്. ഞാനിപ്പോൾ ഈ കുട്ടികളൊപ്പം കൊത്തിക്കല്ലാടലും, അതായത് ആ ഒരു മെന്റാലിറ്റിയാണ്. അതായത് ഇവള് പറയുന്നത് നിങ്ങൾ അടുത്ത മാസം വാപ്പയാവാൻ പോണേ. എന്ത് വാപ്പ? ഇദ്ദേഹമാണോ പറഞ്ഞത് ഞാൻ കുടുംബത്തെ ഓൾറെഡി ഭയങ്കര മെച്ചോടാണെന്ന്, പിള്ളേരായിട്ട് കല്യാണിക്കാൻ? അല്ല, അത് അവർക്ക് ഇപ്പോഴും കളിക്കുട്ടിയാ. അവനൊരു അവരിപ്പോ പോവും. ഓക്കെ, അപ്പം നമുക്ക് ആൺകുട്ടി വേണം പെൺകുട്ടി വേണം അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടോ? അല്ലെങ്കിൽ ഇടാൻ വെച്ച പേര് അങ്ങനെയൊക്കെ മൈൻഡിലുണ്ടോ? എന്ത് കുട്ടിയാണെങ്കിലും കേടില്ലാതെ വന്നാൽ മതി, അതൊരാഗ്രഹമുണ്ട്. പിന്നെ സ്വഭാവം ഇവിടെ മാറി ആവായിരുന്നു. രണ്ടാളെ സഹിക്കേണ്ടത്. ഞാൻ വെറുതെ നല്ല സ്വഭാവം അല്ലേ? മാവാൻ തോന്നണോ? അധികം ഒന്നും മിണ്ടുന്നില്ല. അതന്നെ, നമ്മൾ ഈ 10 മിനിറ്റിലെ വീഡിയോ അല്ലല്ലോ ജീവിതം. ഈ ആളുകളൊക്കെ വിചാരിക്കണം 10 മിനിറ്റിലെ വീഡിയോ ആണ്, നല്ല കുട്ടിയാണ്, ആളോടൊന്നും പറയില്ല. ആ വീഡിയോ ഓഫായി കഴിഞ്ഞാൽ അവിടെ ഞങ്ങള് ഒരാളായില്ലേ, വാതിൽ തുറക്കൂല, അടിച്ചിടും. 2 മണിക്ക് 3 മണിക്കോ കയറിയെന്ന് അങ്ങനെ ഉണ്ടാവും. അത് ശരി. അപ്പൊ നമ്മള് ജോലിക്കല്ലേ പോകുന്നേ, അതൊന്നും പറയാൻ പറ്റില്ല. 2 മണി 3 മണി ഉറങ്ങണ്ടേ? പാവത്തിന് പ്രഗ്നന്റ് അല്ലേ, അപ്പൊ നോക്കണ്ടേ? ഇവരിടയിൽ എങ്ങനെയുണ്ട് ഈ ഒരു ജീവിതം? ഇതിന്റെ മൂത്ത സിസ്റ്റർ അറിയാം. അതെ, ഇവിടെ എന്താ ഇപ്പൊ കല്യാണത്തിനായിട്ട് വന്നിരിക്കാം. നമുക്ക് ഇതിന്റെ ഇടയിലത്തെ ഒന്നും അറിയില്ല. കുറച്ച് ദിവസം നിൽക്കും, കുറച്ച് ദിവസം പോകും, ഇങ്ങനെ വരും. അതായത് ഉമ്മയുടെ ഇപ്പൊ 3 മക്കളല്ലേ. ഒരു മകളെ എടുക്കാൻ പോയി, ഒരു മകൾ കൊല്ലം, ഒരു മകൾ തമിഴ്നാട്. ലോകം മൊത്തം ചുറ്റിക്കറങ്ങി. അതായത് ഇവള് ഓൾറെഡി തമിഴ്നാട്ടിലായിരുന്നു കല്യാണം.
ഉമ്മ പറഞ്ഞ് ഇനിയുള്ള മകളെങ്കിലും എനിക്ക് എടുത്ത് കെട്ടിക്കണം എന്ന്. അവൾക്ക് ശരിക്കും 5 മണിക്കൂർ യാത്ര മതി. രണ്ടാമത്തോളം നേരെ 9 മണിക്കൂറായി. അയ്യോ, ഇത്രയും യാത്ര ചെയ്തിട്ട് കല്യാണം കഴിപ്പിക്കേണ്ടി വന്നു അല്ലേ? അത് സത്യത്തില് അത് ശരിക്കും അത് ഒരു ലവ് മാരേജ് ആയിരുന്നു അല്ലമ്മ. ഞാൻ അതിന് ഭയങ്കരമായിട്ട് എതിർത്തായിരുന്നു. കാരണം ഇവള് ഞാനും അധികം ബോണ്ട് ഉണ്ടായിരുന്നില്ല. കാരണം നമ്മള് പാലക്കാടാണ് നാടുണ്ടായിരുന്നത്. അങ്ങനെ ഇവള് ഉമ്മാടെ വീട്ടിലായിരുന്നു. ഞാനും ഓളാണ് എപ്പോഴും ഉണ്ടാവല്. ചെറുപ്പം മുതലേ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ചക്കര. അങ്ങനെ ഓളെ എന്ത് കാര്യം എനിക്ക് അറിയണോ. ഈ കാര്യം ഇവരെല്ലാം പ്ലാൻ ചെയ്യാ. എന്നോട് അറിഞ്ഞത് നടക്കൂലെന്നറിയാം. ഇവള് അതിന്റെ ഇടയില് ഓൾറെഡി ഇവിടെ അറിയായിരുന്നു. അറിയിച്ചില്ല. ഇവള് നിജാസ് സംസാരിക്കും, ഇവള് സംസാരിക്കും, ഉമ്മ സംസാരിക്കില്ല കേട്ടോ. ഞാൻ അവൾ ഇന്നോട് സത്യം പറഞ്ഞ ഒരു ചാനലിലോ അവര് പോലും പറയാത്ത കാര്യങ്ങളാണ്. അതാണ് ഞാൻ ഇതിൽ പറയണത്. കാരണം നമ്മുടെ ലൈഫ് ഞാൻ ഒരിക്കലും ആ കല്യാണത്തിന് അക്സെപ്റ്റ് ആയിരുന്നില്ല. സംഭവം എന്താ വെച്ചാൽ ഒന്നാമത് ഇവള് ലോങ് ആണ്. പിന്നെ ഉമ്മാക്കും വാപ്പാക്കും ഒന്നും എപ്പോഴും ഓടിയെത്താൻ കഴിയില്ലല്ലോ. അങ്ങനെ ഇരിക്കുകയാണ്. ഇവര് തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടാണ് ഇന്റെ അടുത്ത് പറയണത്. ഞാനത് സമ്മതിച്ചില്ല. പിന്നെ ആദ്യം ഒന്നും തോന്നിയില്ല. ഒരു ഫോൺ അവളെ ഉണ്ടായിരുന്നു, അത് പോയി. പിന്നെ ഒരു ഫോണ് കിണറ്റിലിട്ടു. അല്ല ഫോണിന്നാണല്ലോ വിളി വരുന്നത്. അല്ലെങ്കിൽ ഇത്ര ലോങ് ഒന്ന് വിളി വരൂലല്ലോ. രണ്ടെണ്ണം പൊട്ടിച്ച്. പിന്നെ ഉമ്മന്നെ ഇങ്ങനെ പ്രഷർ ചെയ്യൽ തുടങ്ങി. എല്ലാവരും ആയില്ലേ, ഇനി ഓളെ സന്തോഷം ഇത്ര കാലം ഇടങ്ങാറ് അനുഭവിച്ചല്ലേ, ഓള് തെരഞ്ഞെടുത്ത ബന്ധമല്ലേ, ഓളങ്ങനെ അങ്ങനെ ആയിക്കോട്ടെ. പിന്നെ ഞാൻ ഓല ഇതിനായിട്ട് വിട്ടുകൊടുത്താണ്. എനിക്ക് പിന്നെ തോന്നിയ എന്താ വെച്ചാൽ അവനായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സംസാരിച്ചപ്പോൾ ദൂരമാണെങ്കിലും ആള് നല്ല ക്യാരക്ടറാണ്, ഫാമിലി അടിപൊളിയാണ്. അങ്ങനെ പിന്നെ എവിടെയായാലും സുഖമായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ളത് വന്നു. ആ സമയത്തൊക്കെ നൗഫലിന്റെ ആ ഒരു മൂഡ് എന്തായിരുന്നു? പിന്നെ അവള് പറഞ്ഞു ഈ കല്യാണം എനിക്ക് കഴിച്ചു തന്നില്ലെങ്കിൽ ജന്മകാലം ഞാൻ കല്യാണം കഴിക്കൂല. അപ്പൊ ഇവർക്കൊരു ഭാരാവൂലേ. അപ്പൊ ഞാനാണ് ചെയ്തു കൊടുത്ത. ഉമ്മാക്ക് ബുദ്ധിയില്ലല്ലോ, ഉമ്മ വിശ്വസിച്ചിരിക്കണേ. എല്ലാവരുടെയും ലാസ്റ്റ് ഡയലോഗ് അതാ. പക്ഷെ നമ്മുടെ ചക്കരയുടെ കല്യാണത്തിന്റെ ഇടയിൽ തന്നെയായിരുന്നു ഉപ്പാക്ക് വയ്യാണ്ടാവുന്ന ആ ഒരു പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ നമ്മളും ഭയങ്കരമായിട്ട് എന്താ പറയാ ഒരു വിഷമത്തിലൂടെ എല്ലാവരും കാണുന്ന എല്ലാവരും അങ്ങനെയായിരുന്നു. അപ്പൊ എങ്ങനെ ഇത് ബാലൻസ് ചെയ്ത് പോയി എന്നുള്ളതാണ്. കാരണം കല്യാണവും ഹോസ്പിറ്റലും ബാലൻസ് മൊത്തം എൻ്റെ തലയിലായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര എനിക്ക് ഉറക്കമുണ്ടായിരുന്നില്ല ഫുൾ. അതായത് കല്യാണത്തിൻ്റെ ഒരാഴ്ച മുമ്പ് വരെ നമ്മൾ ഹോസ്പിറ്റലിലാണ്, ഒരു 2 ആഴ്ച മുമ്പ് വരെ. അതായത് വാപ്പ അവിടെ കടന്ന് 1 മാസം മെഡിക്കൽ കോളേജിൽ കടന്ന്, അപ്പോഴേക്കും വാപ്പാനെ നോക്കി ഉമ്മ കടന്ന്, ഉമ്മ ഇവിടെ ഹോസ്പിറ്റലിൽ കടന്നു, ഉമ്മാനെ നോക്കി ചക്കര കടന്ന്, അങ്ങനെ എല്ലാവരും പാടെ മൊത്തത്തിൽ ഹോസ്പിറ്റലിലായിരുന്നു. ഭയങ്കര ടെൻഷനാണ്. ഒന്നാമത് ഇത്ര ആളുകളെ വിളിച്ച് കല്യാണം നടക്കുമോ, ആ ഒരു സത്യം പറഞ്ഞാൽ ആരും പറഞ്ഞത് മനസ്സിലാവില്ല. അമ്മമാർ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഇവള് ഡെലിവറി ആണ്. പിന്നെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കല്യാണം അടിച്ചു പൊളിച്ച് കഴിക്കുക എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുമ്പോഴാണ് ഹോസ്പിറ്റൽ കേസ് വന്നത്. ആകെ മൊത്തത്തിൽ ഞാൻ ഡൗണായി പോയി. പക്ഷെ എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് കാര്യം ചിരിച്ചുകൊണ്ട് ആരോട് വർത്തനവരോട് നമുക്ക് ഇടങ്ങേറുണ്ടെങ്കിൽ ആരോടും പറയില്ല. സത്യം പറഞ്ഞാൽ ഈ കല്യാണം പോലും ഒരാളോട് എനിക്ക് ഇന്നത് ഇന്നത് ചെയ്തു ഒക്കെ മൊത്തത്തിൽ ഇന്റെ കല്യാണത്തിനേക്കാളും ഗംഭീരമാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നടന്നു. അതെ, എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു, എല്ലാവരും അതിനുള്ള കൺഗ്രാറ്റ്സ് അറിയിച്ചു അല്ലേ. നമ്മളാർക്കും ഇവിടെ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അടുത്ത് കാണുമായിരുന്നു എല്ലാ കാര്യങ്ങളും. ഉമ്മയ്ക്ക് എന്താ പറയാറില്ലേ? ഉമ്മാനോട് എന്തെങ്കിലും ഓളെ കാര്യം ചോദിച്ച ഉമ്മ ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല. കാരണം ഉമ്മയുടെ മുടി നോക്കി കൊടുക്കണതും തല നോക്കി കൊടുക്കണതും ഉമ്മയും ഓളോ അത്രയും കരഞ്ഞു. അത്രയും കണക്റ്റഡ്. ഉമ്മ റിക്കവർ ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. വെള്ളം വേണോ? വെള്ളം വേണ്ട. ചിരിക്കുണ്ടാവും, കരയും ചെയ്യും. ഉമ്മ ഇപ്പോഴും ഞാൻ നേരത്തെയും കൂടി ഒരു വ്ലോഗ് എടുത്തപ്പോ ഉമ്മ റിക്കവർ ആയി എന്ന് പറഞ്ഞപ്പോ ഉമ്മ ബാക്കിൽ ഇരുന്ന് കരയാ. ഉമ്മക്കത് ചക്കര പെട്ടെന്ന് കാരണം ഇത്രയും ദൂരല്ലേ, കാരണം പോലെ അത്രയും അടുപ്പായിരുന്നു. നമ്മുടെ ചാനലിലല്ലാതെ തല മാറ്റിപ്പോയി. ഇപ്പം എന്താ പറയാ, നമ്മളിപ്പോ വീഡിയോയിലൊക്കെ കണ്ടത്, അതായത് പൊക്കം കൂടിയ പുയ്യാപ്പിളയും ഞാൻ ഏറ്റവും കൂടുതൽ കളിയാക്കിയ ഞാനാവും. ഞാൻ പറഞ്ഞിട്ടേലുള്ളൂ ഒഴിവാകുമല്ലോ പക്ഷെ പോലെ അത്രത്തോളം അടുത്തു പോയ കാര്യം നമുക്ക് അറിയില്ലായിരുന്നു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വിറ്റാന്നാണ് ഇവർ പറഞ്ഞത്. കാരണം സ്കൂളിൽ നിന്നാണ് പ്രണയിച്ചത്, NCC-ന്ന്. അപ്പൊ ഒരു മതിൽ അത്ര ഉള്ളേ. അപ്പൊ ഒരു മതിലിന്റെ അപ്പുറത്താണ് നിജാസും
ഇപ്പുറത്താണ് ചക്കരയും, അതായത് കോളേജ് ക്ലാസ്. അപ്പോൾ ചക്കര വിചാരിച്ചാൽ നിജാസ് കല്ലിൻ്റെ മുകളിൽ കയറി നിൽക്കുകയെന്ന് വിചാരിച്ചിട്ടുണ്ട്. നിലത്തുനിന്നാണ് നിൽക്കുക എന്നുള്ളത് വിചാരിച്ചില്ല. പിന്നെ അങ്ങനത്തെ പ്രണയമെന്ന് പറഞ്ഞേ. സത്യത്തിൽ ഏകദേശം ഞാൻ അവൻ്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ 6 അടി ഹൈറ്റ് വരുന്നുണ്ട്. ചക്കര സത്യം പറഞ്ഞാൽ 2 അടി ഉള്ളൂ. അല്ല ഇത്ര ആയിട്ടുള്ളൂ അല്ലേ? സനാനേക്കായും കുറച്ച് കുറച്ച് വലുത്. സന എന്ന് പറഞ്ഞാൽ 9 വയസ്സായിട്ടുള്ളൂ. അതിനേക്കാളും കുറച്ച് വലുത്. അല്ല അവള് മാറ്റിയപ്പോഴൊക്കെ കുറച്ച് വലിപ്പം തോന്നിയില്ലേ? ബാബുട്ടിന്റെ ചെരുപ്പുണ്ടാക്കി കൊടുത്ത കീഴിലുള്ള ഇത്ര ആയിട്ടുണ്ട് കീഴിലുള്ള ചെരുപ്പ്. മാറ്റിയപ്പം വലുതായിരുന്നു പറഞ്ഞത്. വലിച്ച് നീട്ടിയെടുക്കാൻ കുറച്ച് പൊക്കം തോന്നി. അത് ആ ഹീലുള്ള ചെരുപ്പ്. അതിന്റെ അപ്പുറത്ത് നിന്നിട്ടുള്ള പ്രണയായിരുന്നു പാവം. അങ്ങനെയാണ് ഇത്ര ഹൈറ്റ് ഉള്ളത് കണ്ടില്ലായിരുന്നു അല്ലേ? കോമഡി. ഓക്കെ, ഇനി ഇപ്പോ ഞാനൊരു ടാസ്ക് തരാം. ഇപ്പൊ ഇത്രയും നമ്മുടെ പുയ്യാപ്ലേനെ പറ്റിട്ട് ഇങ്ങനെ പറഞ്ഞതാണല്ലോ, ഹൈറ്റില് അവൻ അടിപൊളിയാണ് ഇതൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ ഇപ്പൊ തരുന്നൊരു ടാസ്ക് എന്ന് വെച്ചാൽ ഒരു പ്രാങ്ക് കോൾ ആണ്. ഓക്കെ, ഇപ്പോഴാണ് കൊടുക്കാൻ പറ്റിയ സമയം. പുയ്യാപ്പിളനെ വിളിച്ചിട്ട് പറയണം, എന്റെ അനിയത്തിനെ ഈ മര്യാദക്ക് നോക്കണില്ലല്ലോ, എനിക്ക് കംപ്ലൈന്റ് ഒക്കെ കിട്ടണല്ലോ, ഞാൻ അന്നേ പറഞ്ഞതാണത് വേണ്ടാന്ന്, ഇത് ഇങ്ങനെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കണം. ഉമ്മക്ക് സന്തോഷമായി മിക്കോളം വിളിക്കണ. അത് വേണം. ഒരു കൂടി പോലും ഇല്ല. അവസാനം നമ്മൾ പ്രാങ്ക് എന്ന്, അതെ നെറ്റ് കട്ടാവണ്ടിരുന്നാ മതി. ആ ഓക്കെ, ആ വിളിക്കേ. ഞാൻ വിളിക്കണം. എന്റെ നമ്പർ ഉണ്ടാ? ഇതായത് എന്തായി അവിടെ AC വെച്ചോ? ഞാൻ ചക്കരനെ വിളിച്ച് മാറ്റി വർത്താനം പറഞ്ഞതേ, ഒരു കംപ്ലൈന്റ് കിട്ടിയെന്നാ, അത് ചോദിക്കാൻ വേണ്ടിട്ടാടാ. ഒന്നുമില്ല, എന്താ വീഡിയോ എടുക്കാൻ മാത്രമായിട്ടാണ് ഓളെ നിർത്തണെന്നുള്ളൊക്കെ പരാതി കേൾക്കണ്ടേ. വെറും ഫുൾ വീഡിയോക്ക് മാത്രം ഓളെ നിർത്തുകയാണ്. ആരും പറഞ്ഞില്ല. ഇതിനാണ് ഇത് സത്യം പറഞ്ഞപ്പോ എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇതിനാണ് ഇപ്പൊ നമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങണേ. ഓളെ കെട്ടിച്ചത് എനിക്ക് നേരെ നോക്കാനല്ലേ. അതാണ് ഓളെ കെട്ടിച്ചത് എനിക്ക്. ഞാൻ ഇതിനാണ് ആദ്യം തന്നെ ഈ ബന്ധം എനിക്ക് താല്പര്യം ഉണ്ടാകുന്നില്ല. പിന്നെ നിങ്ങളെ ഇഷ്ടത്തിനാണ് നിന്നത്. അല്ലല്ല, ഞാൻ ഇവിടെ ചെക്കന്മാരൊക്കെ പറിച്ചിൽ തുടങ്ങി. നിങ്ങൾ വെറും വീഡിയോ എടുത്ത് നടക്കുകയാണ്, അതിനാണ് ഇതിനാണ്. ഞാൻ ഇതൊക്കെ കേൾക്കണം. ഞാനിപ്പോൾ എന്താ വെച്ചാൽ ഇത്ര ദിവസം മുണ്ടാതിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി നേരങ്ങത്തിലാണ് പൈക്കോട്ടെ വിചാരിച്ചിട്ടാണ്. ഇതിനാണ് എനിക്ക് കിട്ടിച്ചെന്ന്. ഇത്രയും ദൂരത്തേക്കായിട്ട് പോലും നിങ്ങൾ ഇതാക്കിയത് ഞാൻ അതിനാണ്. ഈ ഒന്ന് മുണ്ടായിരിക്കും സിനിമ. ഈ ഒന്ന് മുണ്ടായിരുന്ന ഇത് എത്ര വെച്ചിട്ടാ ക്ഷമിക്കണേ. എടാ ഈ അവര് ചെക്കന്മാര് പറയുന്നത് ഈ വെറും വീഡിയോ എടുക്കും, ഓള് നേരെ നോക്കണില്ല, ഓളെ ഹൈറ്റിനെ ചൊല്ലി കളിയാക്കുക. നിങ്ങൾക്ക് അറിയില്ല അപ്പൊ ഹൈറ്റ് ഇല്ല അപ്പൊ നിങ്ങൾക്ക് പ്രണയിക്കുമ്പോ ഈ മുണ്ടായിരിക്കും. അതില് കമന്റ് വരികയാണ്. ഞങ്ങൾക്ക് ഇതൊക്കെ ആദ്യം അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊന്ന് വേണ്ടാന്ന് വിചാരിച്ചത്. നാട്ടില് ചെക്കന്മാരും കമന്റ് ഒക്കെ ആയിട്ടാണ് പറയുന്നത്. ഈ സത്യത്തിൽ എത്ര അടിയാ? എടാ സത്യം പറയാ, ഈ എത്ര അടിയാണ് ഹൈറ്റ്? എനിക്ക് 5 അടികളുണ്ട്. 5 അടിയുള്ള ആൾക്ക് 2 അടിയുള്ള പെണ്ണ് ശരിയാവോ? എടാ ഇതൊന്നും മിണ്ടാതിരിക്കും. ഇതിന്റെ മൈൻഡ് സമനില തെറ്റിയെടുക്കുകയാണ്. ഇതൊരു പെങ്ങളും കുടുംബവാരും മുത്തിന്റെ തലക്ക് കയറ്റാൻ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ളടത്ത് കല്യാണം കഴിച്ചു പോവുക. ബാക്കിയുള്ളവരെ അപ്പൊ ഇത് കേൾക്കണേ. ഓൾക്കാണെങ്കിൽ അത്ര അന്തല്ല. ഓൾക്ക് ഇത് പ്രണയിക്കുമ്പോൾ പറഞ്ഞോട് ഇത്ര ആയിട്ടുള്ള ആളാണെന്ന്. എടാ അതിനും വേണ്ടിട്ട് അത് ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. നിങ്ങൾ എന്റെ നാട്ടിൽ നിന്ന് ആൾക്കാർ വിളിച്ചു, നീ ശരിയല്ല അത്രേ. അളിയാ അതിന് ഈ കാര്യം എന്തിനാളിയാ? ഇതൊരു പ്രയങ്കായിരുന്നു അളിയ. അല്ല പ്രയങ്കാണ്, പ്രയങ്ക്. അല്ല ഞാൻ പറഞ്ഞില്ലേ. അതാ ചക്കരേ പ്രയങ്കാണ്, പ്രയങ്ക്. അതാ ഓൻ കരച്ചിൽ തുടങ്ങി. സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ പ്രയങ്കാണ്. ഇവിടെ ഇന്നെ കൂടി ചെയ്യിപ്പിച്ചാണ്, ഭയങ്കര ഭീഷണിയായിട്ട് ചെയ്യിപ്പിച്ച. ഹലോ
ഇത്ര നിഷ്കളങ്കനായിരുന്നു. അത് മനസ്സിലാക്കാൻ പറ്റി. ഇവിടെ എല്ലാവരും ഉണ്ട്. ഇവിടെ ഉമ്മ ഉണ്ട്. ഒരു പ്രാങ്കാണ് പറയും. ഹലോ എടാ ഇതൊരു പ്രാങ്ക് കളിച്ചത് കരയുന്നു. ഇല്ലടാ ഇവിടെ പേര് വന്നിട്ടാണേ. ആരാ വന്നിക്കണേ? ആരാണ്? ഇന്റർവ്യൂ അത്ര എനിക്ക് പ്രാങ്ക് ആക്കിയതാട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. ഈ അടിപൊളിയാണ് പറയും. അപ്പൊ ഇജെന്താ അത്ര ഉസറല്ലോ എനിക്ക്? ഇതാ ഇവിടെ വല്ലാത്ത പ്രാങ്കായി പോയി. ചക്കരനോട് പറ. ചക്കരയുടെ ആ ലൗഡ് സ്പീക്കർ ഒന്ന് ഓണാക്കുന്നുണ്ട്. ചക്കര എടുത്ത് കൊടുക്ക്. അല്ല അവളോട് ഞാൻ പറഞ്ഞായിരുന്നു നിജാസ് അറിയണ്ട ഒരു പ്രാങ്ക് കൊടുക്കുന്നുണ്ട്. അവളോട് പറഞ്ഞു. അവള് പറഞ്ഞില്ല. എന്നാ അതാ എടുത്ത് സിനു ഉണ്ട്. സിനുവിന് എന്താ പറയണത്രേ? പറയ്. സോറി അളിയാ. പേടിച്ചോ? അല്ല കല്യാണത്തിന് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് ഒരു പണി തരണം എന്നുണ്ടായിരുന്നു. അതിപ്പോ എന്തായാലും നമ്മളെ ഒരു 8ന്റെ പണിയായി. പക്ഷെ അതിന്റെ ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റിയ ഉമ്മാക്ക് ഭയങ്കര അല്ലേ? അതല്ല അതിന്റെ ഹൈറ്റിനുള്ള ധൈര്യം കണക്കില്ലല്ലോ. സത്യം പറഞ്ഞ ഇതൊക്കെ ഇവരിനോട് പറയിപ്പിച്ചാട്ടാ. അപ്പൊ എന്തായാലും നമ്മളെ എന്താ താങ്ക് യു അത്രേ ഉള്ളൂ. ഇനി എന്തായാലും ചക്കരനോടൊന്ന് പറഞ്ഞോ. ഇനി നമ്മളെ ആണുങ്ങളാണ്, കരയാൻ പാടില്ല, വില പോവും. അതാണ് പറഞ്ഞത്. ഓള് വരുമ്പോഴേക്ക് കണ്ണൊക്കെ തുടച്ചാളാ. ഞാൻ കുളിക്കാൻ പോയിട്ട് അവിടെ കുളിക്കാൻ കയറി. ആയിക്കോട്ടെ കുളിച്ചിട്ട് പോരെ, നമുക്ക് മേവാടക്കെട്ടൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ ഞാനും കുളിക്കാൻ വേണ്ടി ടവലൊക്കെ പുറത്തിറങ്ങി. അപ്പഴാണ് അളിയെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ കരുതി എന്താ മറ്റേ AC ഒക്കെ വന്ന് അതിന്റെ ചോദിക്കാനാണെന്ന് വെച്ചാൽ ഞാൻ വിളിക്കുന്നു. ഓക്കേടാ. അപ്പൊ എന്തായാലും കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാ AC ഒക്കെ ഇട്ടിരുന്നു. ഓള് വരുമ്പോഴേക്ക് കണ്ണൊക്കെ തുടച്ചാളാ. അല്ലെങ്കിൽ ഒരു കണ്ണാട ഇട്ടിരുന്നു. ആ കണ്ണ് ചുമന്നൊക്കെ മാറിക്കോട്ടെ. ആയിക്കോട്ടെ ശരി. അത് ഹെൽമെറ്റ് ഇട്ടോ അല്ലെങ്കിൽ. ശരി അത് കഴിഞ്ഞിട്ട് വിളിക്കണ്ട. അങ്ങോട്ട് ഉമ്മ വിളിക്കും. ഇതിനുള്ള പരിപ്പൂടെ ഞാൻ തരണുണ്ട്. BI വുഡ്സിനെ വിളിച്ചിട്ട് കൊടുക്കാനാ പറയണേ. ഓല് വന്നെടുക്കും. BI വുഡ്സ് വന്നെടുക്കും. അത് എനിക്ക് അറിഞ്ഞില്ല. അപ്പൊ എന്നായിക്കോട്ടെ ശരി. അസ്സലാമു അലൈക്കും. ആകെ പേടിച്ചു പോയിട്ടാ. സത്യം പറയട്ടെ, ഇത്രയൊക്കെ അഭിനയം കണ്ടപ്പോ എനിക്ക് മറ്റേ ആൽബത്തിലൊക്കെ അഭിനയിച്ച ഓർമ്മ വന്നു. ഈ എന്താ പറയാ യൂട്യൂബിൽ ഈ ആൽബം കാര്യങ്ങളൊക്കെ അഭിനയിക്കുന്നു. അഭിനയത്തിലേക്ക് കടക്കാൻ ആഗ്രഹമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ സത്യം പറഞ്ഞ ഈ ബാത്റൂമിൽ മാത്രമേ പാട്ട് പാടത്തുള്ളൂ. അത് പിന്നെ ബാത്റൂമിൽ പാടിയപ്പോഴാണ് ആൾക്കാർ രസം ഉണ്ടല്ലോ ഇപ്പൊ സ്റ്റുഡിയോ പോയിട്ട് പാടി. അത്ര അങ്ങനെ തന്നെ ഉള്ളു, വേറൊന്നുമില്ല. രണ്ടുപേരും നമുക്ക് വേണ്ടിട്ട് പാട്ട് പാടണം. നോക്കട്ടെ. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് പാടിയൊരു പാട്ടുണ്ട്. അതാണ്. അത് ഏകദേശം ലക്ഷങ്ങൾ കണ്ടുപോയിട്ടുണ്ട്. ഓള് പാടിക്കോളും. ഞാൻ ഇവിടെ ആദ്യം ഓള് പാടിക്കോട്ടെ. അതിന്റെ ഇടയില് വേറെ പാട്ട് ഞാൻ പാടിക്കോളൂ. ഓളെ പാട്ട് ആദ്യം പാടിക്കോട്ടെ. വേറെ പാട്ട് അത് ഒന്ന് ഹൈ പിച്ചാണ്. അത് നമുക്ക് വെറുതെ ഇരുന്ന് പാടാൻ കഴിയൂല. അത് സ്റ്റുഡിയോയിൽ തന്നെ പോകണം. നീ പാടിക്കോ. ഞാനും നീയും പാടിക്കോ. അതല്ല എന്റെ ഫേവറേറ്റ്. ഞാനും നീയും കണ്ട കിനാവിൻ്റെ അനുരാഗത്തോണി ബഹരിൽ അലിഞ്ഞു. ഞാനും നീയും ഞാനും നീയും കണ്ട കിനാവിൻ്റെ അതെന്താ ആക്ഷൻ? അത് വേണ്ട. അത് വേണ്ടല്ലോ, കുറച്ച് കൂടി പോയി. പിടിക്കാൻ പറ്റൂലേ? ഇവിടെ കണ്ടു കഴിഞ്ഞാല് വാപ്പിയും മോളും തോന്നുന്നുണ്ട് നിങ്ങക്ക്? ഇല്ല ഇല്ല, നല്ല പെർഫെക്റ്റ് ജോഡിയാണ്. അല്ല കൊറേ കമന്റ്സ് അങ്ങനെ വരുന്നത്. അതൊക്കെ ആൾക്കാര് പറയട്ടെ, അതൊന്നും പ്രശ്നമില്ല. ഞാനും നീയും ഡൈവേർട്ട് ചെയ്ത് പോകണ്ട.
വേറെ ചോദിച്ചാണെങ്കിൽ പറ്റില്ല അത് നമുക്ക് ചെയ്യാല്ലേ. ആ ഓക്കെ. ഞാനും നീയും മോത്തേക്ക് നോക്കുമ്പോ എനിക്ക് ഓൾറെഡി ഓളെ ചെറി വരും. റൊമാൻസ് വരണം. ഇല്ല ഇവള് അടിക്കടി എന്റെ അടുത്ത് പറയുന്ന കാര്യമാണ് നിങ്ങൾക്ക് തീരെ റൊമാൻസ് ഇല്ലാന്ന്. എനിക്ക് തോന്നിയത് എന്തത് അതൊരു മൂടന്റെ മാതിരിയാണ്, മൂട സ്വഭാവം എന്ന് പറഞ്ഞത്. പണ്ടൊക്കെ റൊമാൻസ് ഉണ്ടാവുന്ന പഴയ ഗേൾ ഫ്രണ്ട്സിനോടാ ടിക്ടോക്ക് ഡുവറ്റ് ഒക്കെ ചെയ്യുമ്പോഴേ അത് നമ്മളെ ഡിവൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് അത് വേറൊരു പെണ്ണ് അപ്പുറത്തെ ക്യാമറയിലാ, നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, എടുത്തിരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. ഇതിപ്പോ അതേമാതിരി അല്ലല്ലോ. അത് ശരിയല്ല അല്ലേ? അത് വരും, ശരിയാവും. ഉമ്മ എന്താ പറയാനുള്ളത്? മകൻ അൺറൊമാൻറ്റിക് ആണോ? ഉമ്മാക്ക് എന്ത് റൊമാൻറ്റിക്? റൊമാൻറ്റിക് പറഞ്ഞ എന്താ? ഒറിജിനലാണോന്ന് ഉമ്മാനോട് ഇത് പണ്ട് ഇതേമാതിരി മറ്റേ സിനിമയില് AC ഇടണോ ചോദിച്ചപ്പോ ഇവിടെ കുറച്ച് ഇട്ട് പറഞ്ഞ മാതിരി പറഞ്ഞില്ലേ, അതേമാതിരി ഞങ്ങള് വലിയ ശരവണ ഭവൻ ഹോട്ടലിൽ കയറിങ്ങാണ്ട് ചോറ് തന്നെയാണ്. അപ്പൊ എല്ലാരും ചോറ് പറഞ്ഞ് ഇംഗ്ലീഷിലാ പറഞ്ഞ് മിൽസ് വേണോന്ന് ചോദിച്ചു. മീൽസ് അങ്ങനത്തെ മീൽസ് ഒന്നും വേണ്ട, എനിക്കൊരു പിടി ചോറാട്ടത് ആള് മുഖത്തിന്. അതായത് സത്യം പറഞ്ഞാൽ അതിനുള്ള വിദ്യാഭ്യാസം മാക്കുള്ളൂ. എത്ര പഠിച്ച് 209 കഴിഞ്ഞെത്ര? 209 കഴിഞ്ഞെത്ര? അത് പറയും, അത് മാനം പോവില്ല. പറയും 209 കഴിഞ്ഞെത്ര? അതായത് കളിയൊക്കെയല്ല, നമ്മളൊക്കെ ഇങ്ങനത്തെ നമ്മളെല്ലാ കാര്യവും എല്ലാവർക്കും അറിയണതാണ്. ഇത് ഞാൻ 100 വട്ടം ചോദിച്ചിരിക്കണേ. മക ഇതിന് 209 കഴിഞ്ഞ നമുക്ക് എത്രയെന്ന് അറിയൂല. ഞാൻ എൻ്റെ കല്യാണത്തിന് ഇതിനെ കല്യാണം വിളിക്കാൻ ഉമ്മാനെ വിട്ടത്. ഉമ്മ 209 കഴിഞ്ഞിട്ട് 300 എഴുതിക്കണം. ഞാൻ എന്നിട്ട് നോക്കിയില്ല. ഇവിടെ വന്നപ്പോൾ 300 ആളുടെ ഫുഡ് ബാക്കിയാ. അതായത് 100 ആൾ ഇങ്ങനെ എക്സ്ട്രാ പോയിട്ട് ഉമ്മക്ക് അറിയൂല 209 കഴിഞ്ഞാൽ എത്രയെന്ന് ഉമ്മക്ക് അറിയൂല. സംഭവം നമുക്കതൊരു രസമാണ്, കളിയാക്കണമെന്നല്ല. എപ്പോൾ ചോദിച്ചാൽ ഇപ്പം 210 പറഞ്ഞാലും പിന്നെ അടുത്ത ചോദ്യം ചോദിച്ചാൽ 300 എന്ന് പറയും. എന്റെ ഉമ്മ ഭയങ്കര കോമഡിയാണ്. ഉള്ള എന്താ വെച്ചാൽ ഉള്ളപ്പോ ഭയങ്കര രസകരമായിട്ട് പോകും. ഈ ഒരു ചാനലിന്റെ അത്താണി എന്ന് പറഞ്ഞാൽ തന്നെ ഉമ്മയാണ്. അതെ, ഉമ്മയും മോനും എന്നുള്ള ചാനല് ഹിറ്റ് ആവുന്നു. അതുപോലെ നൗഫലിന്റെ അല്ലെ നമ്മള് എന്താന്ന് വെച്ചാൽ പക്ക നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഇപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും നമ്മൾ ഷെയർ ചെയ്യലുണ്ട്. നമ്മൾ നല്ല എല്ലാവരും അവനവന്റെ നല്ല വസ്ത്രം ഇട്ടിട്ടൊക്കെ അല്ലേ വീഡിയോ ഇടും. നമ്മൾ ഇനി മാക്സി ആണെങ്കിലും നമ്മൾ കള്ളിത്തുണി നമ്മൾ വീഡിയോ നമ്മൾ പക്ക നാച്ചുറലായിട്ട് ഇപ്പോൾ ഹോസ്പിറ്റൽ കേസ് ആണെങ്കിലും നമ്മുടെ ലൈഫിൽ നടക്കുന്നത് അപ്പോൾ നമ്മളെക്കാൾ നമ്മുടെ ഫാമിലിയേക്കാൾ അറിയുന്നത് നമ്മുടെ പ്രേക്ഷകർ അപ്പം അപ്ഡേറ്റ് ആണ്. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം. ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി.